ലാസ്റ്റ് വീഡിയോയിൽ ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസും സ്റ്റാഫിന് റോളെ ആഡ് ചെയ്യുന്നത് കാണിച്ചു. നെക്സ്റ്റ് ഈ വീഡിയോ നമ്മൾ എസ്റ്റിമേറ്റ് ആയിരിക്കും ചെയ്യുന്നത്. എസ്റ്റിമേറ്റിന് ഒരു ബട്ടൺ ഉണ്ട്. ഇത് ജൂവലറി അഡ്മിനും എസ്റ്റിമേറ്റ് നടത്താം, സെയിൽസ്മാനും എസ്റ്റിമേറ്റ് നടത്താം. നമ്മളിപ്പം ജൂവലറി അഡ്മിനായിട്ട് എസ്റ്റിമേറ്റ് നടത്താൻ പോവുകയാണ്. ഓൾറെഡി നേരത്തെ ഒരു കസ്റ്റമറിനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് കിടക്കുന്നത്. നമ്മൾ പുതിയതായിട്ടൊരു കസ്റ്റമറിനെ ആഡ് ചെയ്യുന്നു. കസ്റ്റമറിൻ്റെ പേര് കസ്റ്റമർ നെയിം, പാൻ കാർഡ് നമ്പറും ആധാർ നമ്പറും അഡ്രസ്സും സിറ്റിയും കോൺടാക്ട് നമ്പറും മേടിക്കുന്നുണ്ട്. അത് ആഡ് ചെയ്യുന്നു. കസ്റ്റമർ ഡീറ്റെയിൽസ് ആഡ് സക്സസ്ഫുൾ. നമ്മൾ അവസാനം ആഡ് ചെയ്ത കസ്റ്റമറുടെ ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവും. ഇത് ഈ ഫീൽഡ് ആക്കി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ആഡ് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് മുഴുവൻ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. കറസ്പോണ്ടിങ് കസ്റ്റമർ സെലക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഈ വാല്യൂ വരും. രാജ് എന്ന് പറയുന്ന കസ്റ്റമറിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ഈ വാല്യൂ വരും. നമ്മൾ ഐറ്റം ആഡ് ചെയ്യാൻ പോവാണ്. ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്ത് 2 ഉള്ളായിരുന്നു. അപ്പോൾ 2 ഓരോന്ന് എഴുതാം. ഡിസൈന് 8 ഗ്രാമിൻ്റെ ഏതെങ്കിലും, സപ്ലയർ രവി, ക്വാണ്ടിറ്റി അവൈലബിൾ ക്വാണ്ടിറ്റി 20 ആണ്. ഞാനൊരു 2 മേടിക്കുന്നു. VA 100% വരും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് മേക്കിംഗ് ചാർജ് ആയിട്ട് ഇത്രയും വാല്യൂ വരും. ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നില്ല. ബോർഡിംഗ് റേറ്റ് നമുക്ക് എഡിറ്റബിൾ ആണ്. ഞാൻ 4000 വെച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരു ഐറ്റം ആഡ് ചെയ്തപ്പം ഇത് ലൈവ് വേർഷനാണ്. ലൈവ് വേർഷൻ ആയതുകൊണ്ട് CGSTയും SGSTയുടെ വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. HSN കോഡ് അതിൻ്റെ കറസ്പോണ്ടിങ് CGST വാല്യൂ കാണിക്കുന്നുണ്ട്. നെറ്റ് വെയിറ്റ് 16. സെയിൽ എമൗണ്ട് എത്രയാണ്? സെയിൽ എമൗണ്ട് ഒരു ഐറ്റം ആഡ് ചെയ്തത്. ഞാൻ പുതിയതായിട്ടൊരു ഐറ്റം കൂടെ ആഡ് ചെയ്യുന്നതാണ്. റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ഡിസൈൻ എക്സ്ട്രീം, സപ്ലയർ രവി എന്ന് പറഞ്ഞ സപ്ലയർ, ക്വാണ്ടിറ്റി 40 ക്വാണ്ടിറ്റി. ഞാൻ ഇവിടുന്ന് ഒരു 2 മേടിക്കുന്നു. VA ഒരു 4% VA, ഒരു 3% VA സേവ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും പുതിയ ഐറ്റം ആഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ സെയിൽ വെയിറ്റ് ആണ് 28. സെയിൽ എമൗണ്ട് ഇത്രയും ഈ 2 ടോട്ടൽ എമൗണ്ട് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് സെയിൽ എമൗണ്ട്. ഓൾഡ് ഗോൾഡ് ഐറ്റം ആഡ് ചെയ്യുന്നു. ഈ ഫീൽഡ് എഡിറ്റബിൾ ആണ്. ഗോൾഡ് റേറ്റ് 4000 ആണ്. വേണമെങ്കിൽ നമുക്ക് 3500 മേടിക്കാം. ഗ്രോസ് വെയിറ്റ് 10 ഗ്രാമാണ്. അതിൻ്റെ അകത്ത് സ്റ്റോൺ വെയിറ്റ് 2. അപ്പം കറസ്പോണ്ടിങ് നെറ്റ് വെയിറ്റ് 8. മെൽറ്റ് പെർസെൻറ്റേജ് ഞാനൊരു 10% കൊടുക്കുന്നു. ചെക്ക് ചെയ്ത് കഴിയുമ്പം കറസ്പോണ്ടിങ് ഡാറ്റ ആഡായി കിടക്കും. മെൽറ്റ് പെർസെൻറ്റേജ് 10 നെറ്റ് വെയിറ്റും കൂടെയുള്ള കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പം ഇത്ര എമൗണ്ട് കിട്ടും. നമുക്കിവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്യാവുന്ന ഫീൽഡുകൾ എന്ന് പറയുന്നത് ഐറ്റത്തിൻ്റെ നെയിം, ഗോൾഡ് റേറ്റ്, ഗ്രോസ് വെയിറ്റ്, പെർസെൻറ്റേജ്, സ്റ്റോൺ വെയിറ്റ് എല്ലാം ചെയ്യുന്നതാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പുതിയ സെയിൽസ് ആയതുകൊണ്ട് റിട്ടേൺ ഒന്നും മേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ സെയിൽസും ഗോൾഡ് മാത്രം മേടിച്ച് എസ്റ്റിമേറ്റ് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ബിൽ നമ്പർ എന്ന് പറയുമ്പോൾ G100 ആയിരിക്കും. എസ്റ്റിമേറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ബിൽ പ്രിവ്യൂലോട്ട് പോകുന്നു. അവിടെ നമ്മൾ മേടിച്ച ഐറ്റത്തിൻ്റെ ലിസ്റ്റ് എല്ലാം കാണാം. ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട്, ടി വാല്യൂ, ഗോൾഡിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഏത് ദിവസമാണ് മേടിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് നോക്കി കഴിയുമ്പം സെയിൽസ് ലിസ്റ്റ് പേജിലോട്ട് പോകും. ഇപ്പോൾ പെൻഡിങ് ആയിട്ടുള്ള പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലാത്ത സെയിൽസിൻ്റെ ലിസ്റ്റ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. പേയ്മെൻറ്റിന് ഡയറക്റ്റായിട്ട് ക്യാഷർക്ക് ചെന്നിട്ട് ക്യാഷർ പേയ്മെൻറ്റ് നടത്തുന്നതായിരിക്കും, പേയ്മെൻറ്റ് മേടിക്കുന്നതായിരിക്കും. ക്യാഷറിൻ്റെ അവിടെ ബില്ലിംഗ് സെക്ഷനിൽ പോയി കഴിയുമ്പം ക്യാഷറിന് ഇത്രയും ഡീറ്റെയിൽസ് കാണാം. കസ്റ്റമർ നെയിം, അതിൻ്റെ വാല്യൂസ്, GST ടോട്ടൽ,
ഓൾഡ് ഗോൾഡിൻ്റെ വാല്യൂസ്, സെയിൽസിൻ്റെ കേസിലുള്ള ടോട്ടൽ എമൗണ്ട്, ഓൾഡ് ഗോൾഡിൻ്റെ കേസിലുള്ള ടോട്ടൽ എമൗണ്ട്, ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനൊരു 620.0 ഇത്രയും ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ മാറി. ഈ പേബിൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ സെയിൽസ് എമൗണ്ട് മൈനസ് ഓൾഡ് ഗോൾഡ് എമൗണ്ട് ആയിരിക്കും. ഞാൻ ക്യാഷായിട്ട് പേയ്മെൻറ്റ് നടത്താൻ പോവാണ്. പേയ്മെൻറ്റ് ഞാനൊരു സെയിം വാല്യൂ കൊടുത്ത് പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആഡ് ചെയ്തിട്ട് ജനറേറ്റ് ബില്ല് കൊടുക്കുക. ജനറേറ്റ് ബില്ല് ചെയ്ത ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോയ്സ് ഡൗൺലോഡ് ആകും. ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനാണ്. ഇത് ഓൾഡ് ഗോൾഡിൻ്റെ കേസിലുള്ള ബില്ലായിരിക്കും. ഇത്രയും ഗ്രാമാണ്. അന്നത്തെ ഗോൾഡ് റേറ്റ് ആണ് ഇത് കാണിക്കുന്നത്. മിൽറ്റ് പെർസെൻറ്റേജ് ഇതെന്ന് പറയുമ്പോൾ സെയിൽസ് നടത്തിയതിൻ്റെ ബില്ല്, കസ്റ്റമറിൻ്റെ നെയിം, ജ്വല്ലറി, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് പുതിയൊരു സെയിൽസ് നടത്തി അതിൻ്റെ അകത്ത് ഗോൾഡ് റിട്ടേൺ മേടിക്കുന്നതാണ്. അപ്പം സെയിം കസ്റ്റമറിനെ കൊണ്ട് തന്നെ വീണ്ടും ഒരു സെയിൽസ് നടത്താൻ പോവാണ്. ആ സമയത്ത് 7 ഗ്രാമിൻ്റെ ഇത് മേടിച്ചു. 7 ഗ്രാമിൻ്റെ ക്വാണ്ടിറ്റി 100 ആണ് അവൈലബിൾ ക്വാണ്ടിറ്റി. ഞാനൊരു 5 ഗ്രാം അല്ല 5 ക്വാണ്ടിറ്റി 5 എണ്ണം മേടിച്ചു. 4%, നെറ്റ് വെയിറ്റ് 5. ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല. ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. 600 കൊടുക്കാം. ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് VA മേക്കിംഗ് ചാർജ് മാറുന്നതായിരിക്കും. നേരത്തെ 4% VA കൊടുത്തത് ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ അതായത് VAയുടെ വാല്യൂ റിഫ്ലക്റ്റ് ആയിട്ട് പോകാം. 3.57 ആയി. എൻ്റെ കറസ്പോണ്ടിങ് മേക്കിംഗ് ചാർജും വരും. ടോട്ടൽ നെറ്റ് വെയിറ്റ് 35 ആണ്. എൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് വന്നു. ഓൾഡ് ഗോൾഡ് ഈ കേസിൽ മേടിക്കുന്നില്ല. നമുക്ക് സെയിൽസ് ഗോൾഡ് റിട്ടേൺ നോക്കാം. ഗോൾഡ് റിട്ടേൺ കൊടുക്കുമ്പോൾ നേരത്തെ അവിടെ സെയിൽസ് നടത്തിയതിൻ്റെ ബില്ല് നമ്മൾ കൊടുക്കുന്നു. G100 ആയിരുന്നു നേരത്തെ സെയിൽസ്. നമ്പർ അടിച്ചിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. നേരത്തെ ബില്ലിൽ ഏതൊക്കെ കാര്യങ്ങൾ സെയിൽ നടത്തിയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഒന്നെങ്കിൽ മൊത്തം റിട്ടേൺ മേടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം റിട്ടേൺ മേടിക്കാം, അല്ലെങ്കിൽ 2 എണ്ണത്തിൻ്റെ പകുതി വെച്ച് നമുക്ക് റിട്ടേൺ മേടിക്കാം. ഞാനിപ്പം റിട്ടേൺ ആയിട്ട് ക്വാണ്ടിറ്റി ഒരെണ്ണം മാത്രമേ റിട്ടേൺ മേടിക്കുന്നുള്ളൂ. ഒരു തവണ റിട്ടേൺ മേടിച്ചാൽ പിന്നെ ആ ബില്ലിൻ്റെ അകത്ത് പിന്നെ റിട്ടേൺ ഒന്നും മേടിക്കാൻ സാധിക്കുന്നില്ലായിരിക്കും. അപ്പം ഞാനിപ്പം ഒരു ഐറ്റം മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കറസ്പോണ്ടിങ് നെറ്റ് വെയിറ്റ് ആ ഒരു ഐറ്റത്തിൻ്റെ നെറ്റ് എമൗണ്ട് വരും. നെറ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ 32,000 ആയിരിക്കും. ഇവിടുത്തെ സെയിൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,49,350 ആണ്. എസ്റ്റിമേറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അതൊരു ബിൽ പ്രിവ്യൂ പേജിലോട്ട് പോകും. ഇവിടെ ഐറ്റം സെയിൽ ചെയ്യുന്ന ഐറ്റം കാണാം, അതിൻ്റെ വാല്യൂസും റിട്ടേൺ ചെയ്യുന്ന ഐറ്റവും ഒരു ഐറ്റം ക്വാണ്ടിറ്റി വന്ന് അതിൻ്റെ വെയിറ്റ്, ഇത് നെറ്റ് വെയിറ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ. പേയ്മെൻറ്റിലോട്ട് പോകാം. പേയ്മെൻറ്റ് കഴിയുമ്പോൾ പെൻഡിങ് ആയിട്ടുള്ള പേയ്മെൻറ്റ് നടത്താനുള്ള ലിസ്റ്റുകളെല്ലാം ഇവിടെ കാണിക്കും. നേരത്തെ ചെയ്ത് പേയ്മെൻറ്റ് നമ്മൾ നടത്തിയതാണ്, അതുകൊണ്ടാണ് ആ സെയിൽ കാണിക്കാത്തത്. അവിടെ പേയ്മെൻറ്റിൽ പോകും. പേയ്മെൻറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്ക് സെയിലിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ടോട്ടൽ എമൗണ്ടും GST എമൗണ്ടും റിട്ടേൺ ഗോൾഡ് 1 ക്വാണ്ടിറ്റി 0 നെറ്റ് വെയിറ്റ്. ഇത് സെയിൽസിൻ്റെ വാല്യൂ ഇത്രയാണ്, റിട്ടേൺസിൻ്റെ വാല്യൂ രണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇത്രയും വാല്യൂ കിട്ടും. ഞാനിതിലൊരു വീണ്ടും ഒരു ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. 350 rupees അപ്ലൈ ചെയ്യണം. ഇത്രയും വാല്യൂ പേ ചെയ്താൽ മതി. ഞാൻ ക്യാഷായിട്ട് പേ ചെയ്യുന്നു. 117,000 ആഡ് ചെയ്യുന്നു ക്യാഷായിട്ട്. ജനറേറ്റ് ബില്ല് നോക്കി കഴിയുമ്പോൾ കറസ്പോണ്ടിങ് ഇൻവോയ്സ് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഇൻവോയ്സ്. ഇത്രയാണ് എസ്റ്റിമേറ്റ് പേജിൽ നടക്കുന്ന കാര്യം.